നമസ്കാരം. ഇന്ത്യയെ ദ്രോഹിച്ചവർക്ക് സങ്കല്പിക്കാനാകാത്ത ശിക്ഷ നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുന്നറിയിപ്പ് നൽകിയത്. പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന സൂചനകൾ വന്നു തുടങ്ങി. അയൽരാജ്യവുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ INS സൂററ്റിൽ നിന്ന് മിസൈൽ പരീക്ഷണം നടത്തി. അറബിക്കടലിൽ വെച്ച് INS സൂററ്റിൽ നിന്ന് മധ്യദൂര ഭൂതല വ്യോമ മിസൈൽ ഉപയോഗിച്ച് വേഗത്തിൽ താഴ്ന്നു പറക്കുന്ന ലക്ഷ്യത്തെ ഭേദിച്ചാണ് പരീക്ഷണം നടന്നത്. യുദ്ധ തയ്യാറെടുപ്പിലും തദ്ദേശീയ രൂപകൽപ്പനയിലുമുള്ള മികച്ച പുരോഗതി വെളിപ്പെടുത്തുന്ന നിർണായക നേട്ടമാണ് ഈ പരീക്ഷണ വിജയം. മിസൈൽ വേദ പടക്കപ്പൽ ശ്രേണിയിൽപ്പെട്ടതാണ് INS സൂറത്ത്. ഇസ്രായേലുമായി ചേർന്നാണ് ഈ മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. 70 കിലോമീറ്ററാണ് ഇടപെടൽ പരിധി. സീ സ്കീമിംഗ് ഭീഷണികളെ നേരിടാൻ സഹായിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന. ലക്ഷ്യത്തോടടുക്കുമ്പോൾ വെടിയേൽക്കാനുള്ള സാധ്യത കുറയ്ക്കാനും റഡാർ ഇൻഫ്രാറെഡ് പരിധിയിൽ വരാതിരിക്കാനും ചില പോർ വിമാനങ്ങളും കപ്പൽ വേദ മിസൈലുകളും പ്രയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സീ സ്കീമിംഗ്. ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി തൊടുത്തു നടത്തിയ മിസൈൽ പരീക്ഷണം നാവികസേനയുടെ കരുത്ത് പ്രകടമാക്കുന്നതാണെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് എക്സിൽ കുറിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ മിസൈൽ പരീക്ഷണം മറ്റൊരു നാഴികക്കല്ല് കൂടി അടയാളപ്പെടുത്തിയതായും പ്രതിരോധ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത ആർജിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയാണ് പുതിയ പരീക്ഷണത്തിലൂടെ തെളിയിക്കുന്നതെന്ന് നാവികസേന അറിയിച്ചു. പ്രോജക്ട് 15B ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള നാലാമത്തെയും അവസാനത്തെയും കപ്പലാണ് INS സൂറത്ത്. 75% ഭാഗവും തദ്ദേശീയമായിട്ടാണ് നിർമ്മിച്ചത്. ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നൂതനമായ ഡിസ്ട്രോയറുകളിൽ ഒന്നാണ്. കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾക്ക് സമാനമാണിവ. പൂർണ്ണമായും മുംബൈയിലെ മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ നിർമ്മിച്ചതാണ്. അത്യാധുനിക സെൻസറുകൾ, റഡാറുകൾ, സോണറുകൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചേതക്, ALH, സീക്കിംഗ്, പുതുതായി ഉൾപ്പെടുത്തിയ MH-60R എന്നിവയുൾപ്പെടെ വിവിധതരം ഹെലികോപ്റ്ററുകൾ രാവും പകലും പ്രവർത്തിപ്പിക്കാൻ ഇതിന് കഴിയും. എന്തായാലും പരീക്ഷണം നടത്തിയ സമയവും ശ്രദ്ധേയമാണ്. അറബിക്കടലിൽ നടത്തുന്ന മിസൈൽ പരീക്ഷണത്തെക്കുറിച്ച് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ഇന്ത്യ പടക്കപ്പലിൽ നിന്നും പരീക്ഷണം നടത്തിയത്. അതിനിടെ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് പാകിസ്ഥാൻ നാവിക അഭ്യാസം പ്രഖ്യാപിച്ചു. മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ കൂടുതൽ നുഴഞ്ഞുകയറ്റത്തിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരരുടെ 42 ലോഞ്ച് പാഡുകൾ സജീവമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിർത്തി സംഘർഷഭരിതമാകുന്ന സാഹചര്യത്തിൽ ഭീകര ക്യാമ്പുകൾ ആക്റ്റീവ് ആകുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിർത്തിക്ക് സമീപം പാക് അധിനിവേശ കശ്മീരിലെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഭീകര ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്നത്. 150 മുതൽ 200 വരെ പ്രത്യേക പരിശീലനം ലഭിച്ച ഭീകരരാണ് വിവിധ ക്യാമ്പുകളിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ തക്കം പാർത്ത് കഴിയുന്നതെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം നുഴഞ്ഞുകയറ്റക്കാർക്ക് ആവശ്യമായ സഹായം നൽകി വരുന്നുണ്ട്. 130ഓളം ഭീകരർ ലോഞ്ച് പാഡിൽ നിർദ്ദേശം കാത്തു കഴിയുന്നുണ്ട്. ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര സംഘടനകളുടേതായി 60 വിദേശ ഭീകരർ ജമ്മു കാശ്മീരിൽ സജീവമാണെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. കാശ്മീർ താഴ്വരയിൽ 70 ഭീകരർ സജീവമായിട്ടുണ്ട്. ജമ്മു, രജൌരി, പൂഞ്ച് മേഖലകളിലായി 60 മുതൽ 65 ഭീകരരും ഉണ്ട്. കൂടാതെ 115 പേർ പാകിസ്ഥാനി പൗരന്മാരുമാണ്. ജമ്മു കാശ്മീരിലെ 9 ജില്ലകളിൽ വിദേശ ഭീകര സാന്നിധ്യമുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ജമ്മു മേഖലയിലെ 5 ജില്ലകളിൽ സമീപകാലത്തായി തദ്ദേശീയരല്ലാത്ത 42 ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്നും ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു.